സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനം. 9 ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കോഴിക്കോട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് തുടരും. സമീർ സി മുഹമ്മദ് കോഴിക്കോട് നിന്ന് തയ്യാറാക്കിയ റിപ്പോർട്ട്. മഴയ്ക്ക് ശമനമുണ്ടെങ്കിലും കോഴിക്കോട് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ വെള്ളക്കെട്ട് തുടരുന്നുണ്ട്. പ്രധാനമായും മാവൂർ, ചാത്തമംഗലം പഞ്ചായത്തുകളിലാണ് വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് ഉണ്ടായിരിക്കുന്നത്. ഒപ്പം തന്നെ വലിയ രീതിയിലുള്ള കൃഷിനാശവും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വാഴയൊക്കെ നശിക്കുമോ എന്നുള്ള ഒരു ആശങ്ക നിലനിൽക്കുന്നു. ഒപ്പം തന്നെ ശക്തമായിട്ടുള്ള കാറ്റുണ്ടായിരുന്നു. ആ കാറ്റിൽ വാഴയൊക്കെ വലിയ രീതിയിൽ വീണുകൊണ്ടും നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒപ്പം മാവൂർ മേഖലയിൽ താഴ്ന്ന പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടുന്ന് 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം വന്നിട്ടുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഓട്ടോ ഡ്രൈവറായിട്ടുള്ള ലത്തീഫിന്റെ വീട്ടിലാണ്. നമുക്കിപ്പോൾ വീടിന്റെ ഭാഗം കാണാം. ഇപ്പോഴും ഈ ഭാഗത്ത് അവരുടെ മുറ്റത്തൊക്കെ തന്നെ വെള്ളമുണ്ട്. ആ വെള്ളം മാത്രമല്ല, വെള്ളത്തിൽ മീൻ ഉൾപ്പെടെ കയറി വന്ന ഒരു കാഴ്ചയും നമുക്ക് കാണാനാവുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യമാണുള്ളത്. ഈ ലത്തീഫ് ഉൾപ്പെടെ 3 വീട്ടുകാരാണ് ഇവിടെ നിന്ന് അവരുടെ ബന്ധു വീടുകളിലേക്ക് മാറിയിരിക്കുന്നത്. നമുക്കിപ്പം അവരുടെ അയൽവാസികളായിട്ടുള്ള സത്യനും അതുപോലെ തന്നെ സജീവനും ചേരുന്നുണ്ട്. മഴ കനക്കുമ്പോൾ ഇവിടെ നിന്ന് മാറിപ്പോവുക ഒരു പതിവായി വന്നു. വലിയൊരു പ്രയാസം അനുഭവിക്കുന്ന സാഹചര്യമാണുള്ളത്. തീർച്ചയായും ഇത് ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. കാരണം വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇതിന്റെ ഒരു ദുരന്ത ഫലം അനുഭവിച്ചുകൊണ്ടിരിക്കുക. എൻ്റെ വീട് കഴിഞ്ഞ കാലങ്ങളിൽ പൂർണ്ണമായി ഓടിട്ട വീടാണ്. പൂർണ്ണമായും മുങ്ങിപ്പോയി. അതിൽ നിന്ന് സാധനങ്ങൾ മാറ്റാൻ ഞങ്ങൾ മേൽക്കൂര വരെ ഒഴിവാക്കിക്കൊണ്ട് പൊട്ടിച്ചിട്ട് ആണ് സാധനങ്ങൾ മാറ്റുന്നത്. അത് അങ്ങനത്തെ പ്രയാസങ്ങളാണ്. ഇവിടെ 10ഓളം കുടുംബങ്ങൾ സ്ഥിരമായിട്ട് ഇതിൻ്റെ പ്രയാസം അനുഭവിക്കുക. അതിന് പ്രധാന ഞങ്ങൾക്ക് ഉള്ള ഒരു വിഷയം, ഇവിടെ നമ്മുടെ കവണക്കല്ല് ബ്രിഡ്ജ് ബന്ധപ്പെട്ടുകൊണ്ട് വരുന്ന ഇവിടെ 4 മീറ്റർ വെള്ളം സ്ഥിരമായി ഉയർന്നു നിൽക്കുന്നുണ്ട്. അതിലേക്ക് പെയ്യുന്ന മഴവെള്ളവും അത് വരുന്നതോടുകൂടി അത് പൂർണ്ണമാവുന്നു. ഇത് വിറ്റൊഴിവായിട്ട് ഞങ്ങൾക്ക് മറ്റൊരു സ്ഥലത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. ചാലിയാർ പുഴ കരകവിഞ്ഞൊഴുകുന്നതും അതുപോലെ തന്നെ റെഗുലേറ്റർ കം ബ്രിഡ്ജിൽ നിന്ന് അതിന്റെ ഷട്ടറുകൾ തുറക്കുന്നതോടുകൂടെ വലിയ രീതിയിൽ വെള്ളം എത്തുന്നതുമാണ് ഈ പ്രദേശത്തുള്ള ആളുകളെ വലിയ പ്രതിസന്ധിയിലാക്കുന്നത്. ഇപ്പോൾ 3 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. മഴ തുടരുന്ന ഘട്ടമുണ്ടാവുകയാണ് എങ്കിൽ കൂടുതൽ പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ട സാഹചര്യമുണ്ട്. വലിയ ഒരു പ്രതിസന്ധിയാണ് ഈ പ്രദേശവാസികൾക്കുള്ളത്. കോഴിക്കോട് നിന്ന് മുനീഫ് തിരൂരിനൊപ്പം സമീർ സി മുഹമ്മദ്, 24.